തിരുവനന്തപുരം കാട്ടാക്കടയിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന് പരാതി ഉയർന്നു. നെല്ലിക്കാട് സ്വദേശിക്കാണ് പരിക്കേറ്റത്. കോട്ടപ്പുറത്ത് ഇറങ്ങേണ്ട വിദ്യാർത്ഥി കിള്ളിയിലിറങ്ങാൻ ശ്രമിച്ചതാണ് ഡ്രൈവറെ പ്രകോപിപ്പിച്ചത്. കയറിയപ്പോൾ തന്നെ കണ്ടിട്ട് പിടിച്ച് തള്ളി അങ്ങോട്ട് നീക്കില്ല. സ്ഥലം ഇഷ്ടംപോലെ നീക്കാൻ പിടിച്ച് തള്ളിയാണ്. ചെരുപ്പല്ല സാറാണ് പൊട്ടി നമ്മൾ പിടിച്ച് തള്ളിയിടാണ്. തള്ളാൻ കഴിയാണ്. അടുത്ത നമ്മൾ കൺസ്യൂസ് ചെയ്യാൻ ഒപ്പിട്ട് നീക്കി. അപ്പൊ അവന് കോട്ടപ്പുറത്ത് ഇറങ്ങാൻ ജിയോ പമ്പിന്റെ അവിടെ ഒന്ന് പറഞ്ഞ ഭയങ്കര ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തത് കിളി ജംഗ്ഷനിലാണ് കൊണ്ട് നിർത്തത്. ജംഗ്ഷനിൽ കൊണ്ട് നിർത്തി അവൻ പറഞ്ഞു ഇതേപോലെ അമ്മ അവിടെ പറയാം പറഞ്ഞു നിങ്ങൾ എപ്പോ പറയാതെന്നാണ് പറഞ്ഞ. എന്നിട്ട് പറഞ്ഞ് ഇതിന്റെ കൺസ്യൂസ് മാറ്റി വെച്ച് എന്നിട്ട് പോലീസ് ആയിട്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇതിന്റെ ഉടുപ്പാൽ പിടിച്ച് വലിച്ച് ഡ്രൈവർ ബാക്ക് ഡോർ അടച്ചു വെച്ചിട്ട് ഫ്രണ്ട് ഡോർ മാത്രം തുറന്നു വെച്ചു. അമ്മ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഇതിന്റെ ഉടുപ്പിനെ പിടിച്ച് വലിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി ചേരുന്നു. പറയൂ മേഘന. SKN മലയങ്കീഴ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഇപ്പോൾ KSRTC ഡ്രൈവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഇവർ മലയങ്കീഴിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്നു. അത് കൺസെഷൻ കൊടുത്താണ് ബസ്സിൽ നിന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കയറിയത്. അതിനുശേഷം കോട്ടപ്പുറത്ത് ഇറങ്ങേണ്ട വിദ്യാർത്ഥികളെ കിള്ളിയിൽ ഇറക്കി വിട്ടു. അതുപോലെ തന്നെ ഒരു പ്രശ്നം, ആ ഒരു കിള്ളിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഒരു തർക്കം ഉണ്ടാകുന്നു. കോളറിൽ കയറി പിടിക്കുന്നു. പുറകെ വരുന്ന ബസ്സിൽ, പ്രൈവറ്റ് ബസ്സിൽ കയറണമെന്ന് പറയുന്നു. അടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ പരാതിയിൽ പറയുന്നത്. ഈ ഡ്രൈവർക്കെതിരെ ഡ്രൈവർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചു ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പക്ഷേ ഇതിൽ KSRTCയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അവർക്ക് CCTV ദൃശ്യങ്ങളടക്കം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ട്രിപ്പ് മുടക്കിയെന്ന് ആരോപിച്ച് ഇവരും ഈ KSRTC കണ്ടക്ടറും ഡ്രൈവറും ഈ വിദ്യാർത്ഥികൾക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കൺസെഷൻ കൊടുത്ത് യാത്ര ചെയ്തതാണ് ഈ ഒരു ആക്രമണത്തിന് കാരണം, മർദ്ദിക്കാൻ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ +1 വിദ്യാർത്ഥിയും അതുപോലെ തന്നെ സുഹൃത്തുക്കളും പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.